പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവവചനത്തിന്റെ തീമഴ എന്ന ഈ ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. അഗ്നിയുടെ ഇരുതല വാളാകുന്ന ദൈവവചനം നിങ്ങളിലേക്ക് പെയ്തിറങ്ങട്ടെ. പാറ പോലെ കിടക്കുന്ന നിങ്ങളുടെ ബന്ധനങ്ങളെ കൂടം പോലെ ഈ വചനം തകർത്ത് കളഞ്ഞ് നിത്യരക്ഷയിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജെറമ്യായുടെ പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 3-4 വചനം. വിദൂരത്തിൽ നിന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. കന്യകയായ ഇസ്രായേലേ, നിന്നെ ഞാൻ വീണ്ടും പണിതുയർത്തും, നീ വീണ്ടും തപ്പുകൾ എടുത്ത് നർത്തകരുടെ ഇടയിലേക്ക് നീങ്ങും. ജെറമ്യാ പുസ്തകത്തിലൂടെ നമ്മൾ കാണുന്ന ശക്തമായ ഒരു വചനമാണ് ജെറമ്യാ 31-ലും 3-4 വചനം. വിദൂരത്തിൽ നിന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലമാണ്. പ്രിയപ്പെട്ടവരെ, ജെറമ്യാ പ്രവാചകൻ കാണുമ്പോൾ കർത്താവ് അങ്ങ് വിദൂരത്തിൽ നിന്ന് മാമലകളുടെയൊക്കെ അപ്പുറത്ത് നിന്നുകൊണ്ട് കർത്താവ് വിളിക്കുകയാണ്. അത് എന്താണെന്നറിയാമോ? ഈ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന കർത്താവിനെയാണ്. 1 യോഹന്നാൻ 4:4 നമ്മൾ കാണുന്നു, നമ്മുടെ ഉള്ളിൽ കർത്താവ് വസിക്കുന്നു. യോഹന്നാൻ 14, 23, 24 വചനത്തിലൊക്കെ കാണുന്നത് നമ്മുടെ ഉള്ളിൽ കർത്താവ് വസിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ ജെറമ്യാ കാണുകയാണ് 31:3. ജെറമ്യാ 31:3, വിദൂരത്തിൽ നിന്ന് കർത്താവിന് പ്രത്യക്ഷനായി ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്ത അചഞ്ചലവും. എവിടെയാണ് കർത്താവ് വിദൂരത്തിലേക്ക് മാറിപ്പോയത്? പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ കർത്താവല്ല വിദൂരത്തിലേക്ക് മാറിപ്പോയത്, നമ്മൾ തന്നെയാണ് വിദൂരത്തിലേക്ക് മാറിപ്പോയത്. കർത്താവിൽ നിന്ന് നമ്മൾ അകന്ന് വലിയ നാശത്തിലേക്കും ദുരന്തത്തിലേക്കും അകപ്പെട്ട് ജീവിതം കൈവിട്ടു പോകുന്ന അവസ്ഥയിൽ ആരും ആശ്രയമില്ലാതെ രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ലാതെ വന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ്, കർത്താവെ എന്ന് വിളിക്കുമ്പോഴാണ് കാണുന്നത് കർത്താവ് നമ്മുടെ തൊട്ടടുത്തെങ്ങുമില്ല, അങ്ങ് ദൂരെ, കണ്ണത്താ ദൂരത്ത് അപ്പുറത്ത് നിന്നുണ്ട് കർത്താവ് കൈ ഉയർത്തി വിളിക്കുക, കുഞ്ഞെ ഞാനിവിടെയുണ്ട്, ഞാൻ നിന്നെ കാണുന്നുണ്ട്, ഞാനല്ല നിന്നിൽ നിന്ന് അകന്നു പോയത്, നീ എൻ്റെ സന്നിധിയിൽ നിന്ന് അകന്നുപോയി, നീ അങ്ങ് വിദൂര എത്തിയിരിക്കുന്നു, നീ എന്നോട് തിരിച്ചു വാ എന്ന് കർത്താവ് അരുളി ചെയ്യാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഈ കർത്താവിൽ നിന്ന് നമ്മൾ അകന്നാണ് ജീവിക്കുന്നത് നോക്കാം. നമുക്ക് സമ്പത്തും പേരും പ്രശസ്തിയും സ്ഥാനമാനങ്ങളും നല്ല ജോലിയും നല്ല സൗകര്യവും വിദേശത്ത് ഉള്ള ജോലികളും ഒക്കെ കടന്നു വരുമ്പോൾ ഈ സത്യദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ ശ്രമിക്കണം. നല്ല വിവാഹം നടക്കുന്നു, കുഞ്ഞുങ്ങളെ ലഭിക്കുന്നു, കുടുംബം മെച്ചപ്പെടുന്നു, എല്ലാം ഭൗതിക മേഖലയെല്ലാം ഭദ്രമായി കഴിയുമ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധം അകന്നു പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഒരുപക്ഷെ നമ്മുടെ ഉയർച്ചയുടെ നാളുകളിൽ കൂടെ ഉള്ളവരൊന്നും തകർച്ചയുടെ നാളുകളിൽ കൂടെ ഉണ്ടാവാൻ വഴിയില്ല. നമ്മൾ തകർന്നു പോകുമ്പോഴും അങ്ങ് വിദൂരത്തിൽ നിന്ന്, കുഞ്ഞെ എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലമാണ്, നീ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വാ എന്ന് വിളിച്ചു പറയുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവിനോട് ചേർന്ന് വിശുദ്ധ ജീവിതം നയിക്കാൻ കർത്താവ് എല്ലാവരും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആമേൻ.